വി.ഡി. സതീശന്റെ വിശ്വസ്തരായ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെട്ട ലഹരിക്കടത്ത് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റം. ചെന്തേര ഇൻസ്പെക്ടർ എം.വി. ഷിജുവിനെയാണ് സ്ഥലം മാറ്റിയത്. ചെന്തേര എസ്.ഐക്ക് ചുമതല. പ്രത്യേക അന്വേഷണ സംഘമില്ലാത്തതിൽ വിമർശനമുയരുന്നതിനിടെയാണ് അന്വേഷണ ചുമതല എസ്.ഐക്ക് കൈമാറിയത്. വിവരങ്ങളുമായി സിജു കണ്ണനാണ് ചേരുന്നത്. സിജു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ചോദ്യമുനയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു നടപടി. എന്താണ് വിവരങ്ങൾ? പക്ഷേ ഈ മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി അടുത്ത ബന്ധമുള്ള മുഹമ്മദ് ഹുസൈൻ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെട്ട ലഹരിക്കടത്തിലാണ് അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയത്. യു.ഡി.എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇൻസ്പെക്ടർമാരെ സ്ഥലം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട പൊതു സ്ഥലമാറ്റമാണ്. പക്ഷേ പ്രശ്നം, ഈ കേസ് അന്വേഷണം നടത്തിയ കേസിൽ പ്രതികളെ പിടികൂടിയ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുമ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർക്ക് അതിന്റെ ചുമതല നൽകിയിട്ടില്ല. ചന്തേര ഇൻസ്പെക്ടർ എം.വി. ഷിജുവിനെയാണ് മട്ടന്നൂർ സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റിയത്. ഇൻസ്പെക്ടർമാരുടെ പൊതു സ്ഥലമാറ്റത്തിന്റെ ഭാഗമായി അന്വേഷണ ഉദ്യോഗസ്ഥൻ മാറുമ്പോൾ പോലും ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ശനിയാഴ്ച രാത്രിയാണ് സ്ഥലംമാറ്റ ഉത്തരവെത്തിയത്. പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ തിങ്കളാഴ്ച ഹോസ്ദുർഗ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് അപേക്ഷ നൽകാനിരിക്കെയാണ് നിലവിലുള്ള സ്ഥലം മാറ്റം. നിലവിൽ ചന്തേര എസ്.ഐ വിഷ്ണു എസ് നായർക്കാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. 7 ഉദ്യോഗസ്ഥനാണ് അന്വേഷണ ചുമതല കൈമാറിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയടക്കം ഭരണത്തിലുള്ള ഉന്നതരുമായി ബന്ധമുള്ളവർ പിടിയിലായ കേസ് ഇപ്പോഴും സാധാരണ കേസായാണ് ആഭ്യന്തര വകുപ്പ് പരിഗണിക്കുന്നത്. നിലവിലുള്ള രീതിയിൽ അന്വേഷണം പോയാൽ ഭരണസ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കുമെന്ന ഒരു സംശയമാണ് വരുന്നത്. കേസിന് പിന്നിലുള്ള യഥാർത്ഥ വസ്തുതകളും തെളിവുകളും പുറത്തു വരണമെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർക്ക് ചുമതല നൽകാനോ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ള കോൺഗ്രസ് നേതാക്കൾ പ്രതികളായ കേസിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ സാക്ഷികളായതിനു പിന്നിലും ദുരൂഹതയുണ്ടെന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. കേസ് അട്ടിമറിക്കാനാണ് ഇവരെ സാക്ഷികളാക്കിയതെന്ന വിമർശനമാണ് നേരത്തെ ഉയർന്നത്. ഓഗസ്റ്റ് 9-നാണ് കാസർഗോഡ് കാലിക്കടവിൽ 140 ഗ്രാം MDMA-യുമായി കോൺഗ്രസുകാരായ പ്രതികൾ പിടിയിലായത്. അടിവസ്ത്രത്തിനും കാരണമായി ഒളിപ്പിച്ചു വെച്ച നിലയിലാണ് MDMA കണ്ടെത്തിയത്. ഇതിന് പിന്നാലെ പ്രതികളുടെ ഉന്നത രാഷ്ട്രീയ ബന്ധം പുറത്തുവന്നു. രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ച് ബംഗളൂരുവിൽ നിന്നടക്കം MDMA ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ കേരളത്തിലെത്തിച്ച് മൊത്ത വ്യാപാരം നടത്തുന്ന സംഘമാണ് പിടിയിലായതെന്ന് പിന്നീട് വ്യക്തമായി. 24 മണിക്കൂർ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനുള്ള നിയമപരമായ സാധ്യത ഉണ്ടായിട്ടും പോലീസ് അത് ഉന്നത ഇടപെടലിനെ തുടർന്ന് ഉപയോഗിച്ചില്ല എന്ന ഒരു വിമർശനവും കൂടി വരുന്നുണ്ട്. പ്രതികളെ തിടുക്കപ്പെട്ട് കോടതിയിൽ ഹാജരാക്കി. ആകെ 7 മണിക്കൂർ മാത്രമാണ് പ്രതികൾ പോലീസ് കസ്റ്റഡിയിലുണ്ടായിരുന്നത്. ഇതിനിടയിലും പ്രതികളെ കൃത്യമായി ചോദ്യം ചെയ്യാനുള്ള അവസരം ഉപയോഗിച്ചില്ല. പ്രതികൾ ചോദ്യം ചെയ്യലുമായി സഹകരിച്ചില്ലെന്നാണ് പോലീസ് പറയുന്നത്. റിമാൻഡിലായി 8 ദിവസം കഴിഞ്ഞിട്ടും കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് പോലീസ് ശ്രമം നടത്തുന്നില്ല എന്ന വിമർശനവും വരുന്നുണ്ട്. ഇത്തരം വിമർശനങ്ങൾക്കിടെ തിങ്കളാഴ്ച പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ കോടതിയിൽ നൽകുമെന്നാണ് പോലീസ് പറയുന്നത്. ഇതിനിടെയാണ് ഇത് അന്വേഷിച്ചുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുന്നത്. സൈബർ തട്ടിപ്പ്, തുടർച്ചയായ വിദേശയാത്രകൾ, ഹവാല ഇടപാട്, ഗുണ്ടാ സംഘങ്ങളുമായുള്ള അടുപ്പം തുടങ്ങി പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലം ഓരോന്നായി പുറത്തു വന്നിട്ടും അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയില്ല. ഉന്നത ഇടപെടലിന്റെ ഭാഗമായി സാധാരണ മയക്കുമരുന്ന് കേസായി 4 പ്രതികളിൽ അന്വേഷണം അവസാനിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്.